ഉറക്കമില്ല അമ്മാമേ, ഒരു ദിവസവും. എല്ലാ ദിവസവും ഓരോ ദുസ്വപ്നങ്ങളാ. ബാലേട്ടൻ എന്തോ പ്രസവ തീയതി അടുക്കും തോറും ബാലനെ കുറിച്ച് സീതയ്ക്ക് ആദി. എടി, ഒന്നും സംഭവിക്കത്തില്ല. ഞാനിപ്പോ തന്നെ അമ്മായിയോടും പിതാശ്രീയോടും പറയാം, നിന്നെയും കൂട്ടിക്കൊണ്ട് നല്ലൊരു ജോത്സ്യന്റെ അടുത്ത് പോകാൻ. നകുലന്റെ നിർദ്ദേശപ്രകാരം ജോത്സ്യനെ കാണാൻ സീതയും പോകുന്നു. അർത്ഥ കൈക്ക് ഉപ്പ് തയ്ക്കാത്ത പലിശക്കാരെ പോലെ സംസാരിക്കരുത്. ഞാൻ എത്രയും പെട്ടെന്ന് തരാം. പണം തിരികെ ചോദിച്ച് ഇന്ദുവിന്റെ മുത്തച്ഛൻ ബാലനെ വിളിക്കുന്നു. അവൾക്ക് വീട് ഭാഗം വെച്ച് കിട്ടണം. വയലോരം വീട് ഭാഗം വയ്ക്കണമെന്ന് മതികല ആവശ്യപ്പെട്ട കാര്യം രവി ബാലനോട് പറയും. ഇതൊരല്പം കുഴപ്പമുള്ള കേസാ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാ. ജലജ മഹാദേവന്റെയും നാട്ടുകാരുടെയും മുന്നിൽ ഭ്രാന്ത് അഭിനയിക്കുന്നു. ഭ്രാന്ത് പിടിച്ച എനിക്കെന്തിനാ മൊബൈലെന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ ജലജകുമാരിക്ക് ഇതിന്റെ ആവശ്യമുണ്ടല്ലോ. ഹലോ അമ്മേ, അമ്മയ്ക്ക് വയ്യണ്ടായെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയോ? വയ്യാതായതല്ലടി, വയ്യാണ്ടാക്കിയതാ. ഇനിയാണ് ജലജകുമാരിയുടെ കളി. എന്തായാലും കുറച്ചു ദിവസം ഞാൻ ഭ്രാന്താശുപത്രിയിൽ കിടന്നു. ഭ്രാന്തിയാണെന്ന പേരും വന്നു. ഇനി ഈ ഭ്രാന്ത് വെച്ച ജലജകുമാരി പകരം വീട്ടാൻ പോകുന്നത്. കൊള്ളാം, അമ്മയുടെ ഐഡിയ കൊള്ളാം. നീ എന്ത് കരുതി മാണിക്യമംഗലത്തെ ജലജകുമാരിയെ പറ്റി? ഉർവശി ശാപം ഉപകാരം എന്ന മട്ടിൽ ദൈവം തന്ന ഒരു വഴിയടി ജലജകുമാരിക്ക് ഈ ഭ്രാന്ത്. ഇത് വെച്ച് ഞാൻ ഒരു കളി കളിക്കും. ഇന്നു മുതൽ ഞാൻ അഭിനയം അങ്ങ് തുടങ്ങുക. ഭ്രാന്തിയായിട്ട് അവിടെ ഒരു തള്ള ബാധ അഭിനയിച്ച് നമ്മളെ പൂട്ടിയെങ്കിൽ ഞാൻ ഭ്രാന്ത് അഭിനയിച്ച് തിരിച്ചു പൂട്ടും. ആ, നിന്റെ അച്ഛൻ വരുന്നുണ്ട്. ഞാൻ വീണ്ടും ഭ്രാന്തിലേക്ക് പോട്ടെ. ജോണി, ജോണി, യെസ് പപ്പ. ഈറ്റിംഗ് ഷുഗർ, നോ പപ്പ. ടെല്ലിംഗ് ലൈസ്, നോ പപ്പ. ഓപ്പൺ യുവർ മൗത്ത്. എന്റെ പൊന്ന് ജലജ, നീ ഒന്ന് അടങ്ങിയിരിക്കേ. നീ എന്തിനാ ആൾക്കാരെ ഓറഞ്ച് എടുത്ത് എറിഞ്ഞത്? ഞാനേ ഓറഞ്ച് എടുത്ത് എറിഞ്ഞതൊന്നും അല്ല. ഞാനേ ക്രിക്കറ്റ് കളിച്ചതാ. ഹാ, ഇപ്പോ ഏഷ്യ കപ്പ് നടക്കല്ലേ. എന്റെ ടീം ജയിക്കണമെങ്കിൽ ഞാൻ കളിക്കണം. എന്റെ ടീം എന്തായാലും മൊത്തത്തിൽ തോറ്റി നിൽക്കുക, അതെനിക്കറിയാം. അല്ല, ആ ഡ്രൈവർ എവിടെ? ഞാനിവിടെ ഉണ്ട് സാറേ, പേടിച്ച് മാറി നിൽക്കായിരുന്നു. നീ വാചകടിക്കാതെ വന്ന് വണ്ടി കയറി. ഡോക്ടർ പറഞ്ഞ സമയത്ത് ആശുപത്രി എത്തണം. എന്നെ കുത്തിവെപ്പിക്കല്ലേ, കുത്തിവെപ്പിക്കല്ലേ. ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാ, പേടിയാ. അവളൊരു ഇഞ്ചക്ഷൻ. അങ്ങോട്ട് നീക്കിയിരിക്കും. വണ്ടി എടുക്കണോ? എന്റെ ഈശ്വര, ഇത് വലിയൊരു കഷ്ടം തന്നെ. ജോണി, ജോണി, യെസ് പപ്പ. അടങ്ങിയിരിക്ക് ജലജ. ഈറ്റിംഗ് ഷുഗർ, നോ പപ്പ. ടെല്ലിംഗ് ലൈസ്, നോ പപ്പ. അമ്മാമ്മ വരുന്നു എന്ന് പറഞ്ഞ് മേല് കഴുകാൻ പോയതല്ലേ, പിന്നെന്താ വേണ്ടെന്ന് വെച്ചത്? അതെ, വില്ലേജ് ഓഫീസിൽ നിന്ന് മണ്ണ് പരിശോധനയ്ക്ക് ആള് വരും. അപ്പോ വല്യണ്ണൻ അവിടെ നിന്നേ പറ്റൂ. പിന്നെ അവിടുന്ന് വാഴയുടെ തൈയും കിട്ടും. അത് വാങ്ങാനും ചിലപ്പോ പോകേണ്ടി വരും. ഓ, അതൊന്നും അല്ല. ജോത്സ്യർ എന്ത് പറയുമെന്നുള്ള ആശങ്ക കൊണ്ടാ വരാത്തതെന്ന് എനിക്കറിയാം. അമ്മയ്ക്കും ആ പേടിയുണ്ട്. അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത്. നിന്റെ കാര്യത്തിൽ പിന്നെ പേടിയില്ലാതിരിക്കുവോ മോളെ? വല്യണ്ണന് വലിയ സങ്കടമാ. ഇപ്പൊ ഈ ജാതകത്തിന്റെ കാര്യം കുത്തിപ്പൊക്കേണ്ട കാര്യമില്ലായിരുന്നെന്നാ വല്യണ്ണൻ പറയുന്നേ. അന്ന് ആ പത്മനാഭ പണിക്കരെ റോഡിൽ വെച്ച് കണ്ടതാണല്ലോ ഇതിനെല്ലാം കാരണം. അങ്ങനെ സംഭവിച്ചോണ്ടല്ലേ അമ്മേ ഇപ്പൊ ഇതറിയാൻ പറ്റിയത്. ഒരാളുടെ മരണം തീരാ ദുഃഖം പോലെ എന്റെ തലയ്ക്ക് മേലെ നിൽക്കുന്നുണ്ട്, പെയ്തൊഴിയാത്ത മേഘം പോലെ. അതിന്റെ കൂടെ ബാലേട്ടനും കൂടി എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എന്തിനമ്മ എനിക്ക് ഈ മനുഷ്യജന്മം? പിന്നെ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? ഇപ്പൊ നീ അതൊന്നും ചിന്തിക്കണ്ട. ഈ ജ്യോത്സ്യം പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നമുക്ക് ദോഷമായിട്ടൊന്നും വരത്തില്ലടി. എല്ലാം നല്ലതായിട്ടേ വരൂ. നീ കണ്ടു. ഞാനങ്ങനെ എപ്പോഴും നോക്കാറില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ ദൂരേന്ന് വന്നെന്ന് പറഞ്ഞതുകൊണ്ടാ. വലിയൊരു സങ്കടത്തിലാ. മോളുടെ ജാതകം ഒന്ന് നോക്കണം. ഗർഭിണിയാണല്ലേ കുട്ടി? ഈ സമയത്ത് അത് ശരിയാവത്തില്ല. ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്.
പെങ്ങളെ, ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ജാതകത്തിൽ എന്ത് കാണുന്നോ അത് ഞാൻ തുറന്നു പറയും. ഒളിവും മറവും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത്. നല്ലതായാലും ചീത്തയായാലും കേൾക്കാൻ തയ്യാറാവുക. ജ്യോത്സ്യം എന്നതൊരു ശാസ്ത്രമാണെന്നറിയാമല്ലോ. നക്ഷത്രങ്ങളൊന്ന് ചലിച്ചാലും ഗൗളി ചിലച്ചാലും മനുഷ്യന്റെ തലവര മാറും എന്നാണ് ശാസ്ത്രം. ഞാൻ ആ ശാസ്ത്രം വളരെ ആഴത്തിൽ പഠിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ മുന്നിൽ നിന്ന് സന്തോഷത്തോടെ പലരും ചിരിക്കുന്നതും പലരും ആധിയോടെ കണ്ണീരൊഴുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമേ ഞാനത് പറഞ്ഞതെന്തെന്നാൽ, പൂർണ്ണ ഗർഭിണിയായ ഈ കുട്ടിയുടെ ജാതകം നോക്കുമ്പോൾ ഈ കുട്ടിയുടെ ഭർത്താവിന്റെ ഭാവി, പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഭാവി, ഇങ്ങനെ പലതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് എന്തായാലും അത് അതുപോലെ ഉൾക്കൊള്ളുക. മനസ്സിലായോ? മനസ്സിലായി. എന്റെ ജാതകപ്രകാരം ഭർത്താവിന് എന്തോ ദോഷം സംഭവിക്കുമെന്ന് വേറെ ചില ജ്യോത്സ്യന്മാര് പറഞ്ഞായിരുന്നു. അതൊന്നും ശരിയാണോന്നറിയാൻ. ഓ, അപ്പോ സംശയ നിവൃത്തി. അതാണ് കാര്യം. നേരത്തെ കണ്ട ജ്യോത്സ്യന്മാരെക്കാൾ മികച്ച ആളൊന്നും അല്ല ഞാൻ. എന്തായാലും ജാതകം വെച്ച് നോക്കാം. പിന്നെ കുട്ടിയുടെ ഈ അവസ്ഥയിൽ രാശി വെച്ച് നോക്കാൻ പാടില്ല. എങ്കിലും സംശയ നിവൃത്തിക്ക് ഞാനൊന്ന് നോക്കാം. ഒരു 1 രൂപ നാണയമുണ്ടോ? ₹1 നാണയം ഇല്ല. ആ, അത് നിമിത്തവശാൽ ദോഷമാണല്ലോ. ആ, സാരമില്ല. പകരം ഞാനൊരു നാണയം അങ്ങോട്ട് തരാം. പ്രാർത്ഥനയോടെ കുട്ടി ഈ രാശിപ്പലകയിൽ വെക്കൂ. ആരാ ജാതകം എഴുതിയത്? ഒരു പത്മനാഭ പണിക്കരാ. ഞാനും പത്മനാഭ പണിക്കരാ. നിങ്ങൾ പറയുന്നത് പാഴൂർ പണിക്കരുടെ കാര്യമാണോ? ആ, അതെ. അദ്ദേഹം എന്റെ ഗുരുസ്ഥാനീയനാ. അദ്ദേഹം എഴുതിയ ജാതകം നോക്കുക എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ വിഷമമൊന്നും തോന്നരുത്. ഈ ജാതകത്തിൽ എന്തു പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സത്യമാണ്. അച്ചട്ടായി നടക്കും. എന്നുവെച്ചാ എനിക്ക് വൈദവ്യയോഗം. വൈധവ്യം മാത്രമല്ല കുട്ടി, വിഷകന്യകാ യോഗവും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പുരുഷൻ വാഴില്ല, ദൃഢദാമ്പത്യം ഉണ്ടാവത്തില്ല. എന്തെങ്കിലും അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? ആദ്യ ഭർത്താവ് കല്യാണ ദിവസം മരിച്ചു, അങ്ങനല്ലേ? രണ്ടാമത്തെ ഭർത്താവ് ഇപ്പൊ എവിടെയാ? എന്റെ കൂടെ തന്നെയുണ്ട്. അയാളുടെ ആയുസ്സിനും അല്പം പ്രശ്നം കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊന്നും കേൾക്കുമ്പോ കരയുകയോ ആദ്യ കൊള്ളുകയോ ഒന്നും ചെയ്യരുതെന്ന്. കാരണം ഇതൊന്നും നമ്മൾ നിശ്ചയിക്കുന്ന കാര്യമല്ല കുട്ടി. പരിഹാരമാർഗം എന്തെങ്കിലും മാർഗമുണ്ടോ? പരിഹാരമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് കഴിയാതിരിക്കുക. അതായിരിക്കുമല്ലോ മുമ്പ് കണ്ട ജ്യോത്സ്യന്മാരും പറഞ്ഞത്. അതല്ലാതെ ഒരു മാർഗവും. കുട്ടി ഇപ്പൊ പൂർണ്ണ ഗർഭിണിയാണ്. നാളെ ഒരു കുഞ്ഞിന്റെ അമ്മയാകും. ആ കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചു പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ദൂരെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ അകന്നു കഴിയുന്നതാണ് പരിഹാരം. ഈ കാര്യം അയാളോട് പറഞ്ഞാൽ നടക്കത്തില്ല. അയാള് സമ്മതിക്കത്തില്ല. അതായത് കുട്ടിയുടെ ഭർത്താവ്. അപ്പോ അയാൾ അറിയാതെ കുട്ടി ഒരു തന്ത്രം കണ്ടെത്തുക, എന്നിട്ട് അകന്ന് നിൽക്കാൻ നോക്കണം. കുറച്ചു കാലം കഴിയുമ്പോൾ
ഈ ദോഷഫലം കുറഞ്ഞു വരും. അന്ന് ഒന്നിച്ച് ജീവിക്കാൻ ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ അതാകാം. അതല്ലേ നല്ലത്? പിന്നെ കുട്ടിയുടെ ജീവിതത്തിൽ 3 ഭർത്താക്കന്മാരെന്ന് പറയുന്നുണ്ട് ജാതകത്തിൽ. അതായത് ഒരു കല്യാണത്തിന് കൂടി സാധ്യതയുണ്ടെന്ന്. അത് നടക്കാതിരിക്കണം. അതിനും ഇപ്പോഴത്തെ ആൾ ജീവിച്ചിരിക്കണമല്ലോ. അപ്പോൾ പറ്റുന്നത്രയും അയാളിൽ നിന്ന് അകന്നു നിൽക്കുക. കുട്ടിയുടെ ജാതകദോഷം മൂലം അയാളുടെ ജീവൻ നഷ്ടപ്പെടാതെ നോക്കുക. പാഴൂരാശാൻ എഴുതിയതല്ലേ, ഇനി രാശി നോക്കേണ്ട കാര്യമില്ല. സമാധാനമായി ചെല്ലുക. കഴിയുന്നത്ര ക്ഷേത്രങ്ങളിൽ പോവുക. ഭർത്താവിന് മൃത്യുഞ്ജയ ഹോമമൊക്കെ നടത്തുക. എല്ലാം നന്നായി വരാൻ പ്രാർത്ഥിക്കുക. എല്ലാം നന്നായി വരാൻ നമുക്ക് ആശിക്കാം. അതിനല്ലേ നമുക്ക് കഴിയൂ. ഓരോന്ന് ഇറങ്ങിക്കോളും. ചാവാനാണെങ്കിൽ വല്ല റെയിൽവേ ട്രാക്കിൽ പോവച്ചേ. കേന്ദ്ര സർക്കാരിന്റെ ചെലവിൽ പണി നടക്കും. ഓരോരോ സാധനങ്ങൾ വന്നോളും പണി മുടക്കാൻ. ഇങ്ങോട്ട് വാ മോളെ. എന്റെ പൊന്നു മോളെ, എന്ത് ഭ്രാന്താടി നീ കാണിച്ചത്? വണ്ടി മുട്ടിയിരുന്നെങ്കിൽ ചത്തുപോകില്ലായിരുന്നോ? ചത്തുപോട്ടമ്മേ, ചത്തുപോട്ടെ. എനിക്കിനി ജീവിക്കണ്ട. എന്റെ പൊന്നു മോളെ, ഇങ്ങനെയൊന്നും പറയാതെടി. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കാര്യമെങ്കിലും ഓർക്കണ്ടേടി. എനിക്കിനി ജീവിക്കണ്ട. എന്റെ കുഞ്ഞ് ജനിക്കാൻ വേണ്ട. ബാലനില്ലാത്ത ലോകത്ത് ഞങ്ങൾ എന്തിനാ അമ്മേ? ഒന്നും സംഭവിക്കത്തില്ല മോളെ, ഒന്നും സംഭവിക്കില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഇല്ല, എന്റെ വിശ്വാസമൊക്കെ പോയമ്മേ. എന്റെ വിശ്വാസം പോയി. ഇവിടെ വരുന്നത് വരെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആരുടെയെങ്കിലും നാവിന്ന് നല്ലത് വരുമെന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷെ അമ്മ കേട്ടില്ലേ? അമ്മ കേട്ടില്ലേ അമ്മേ? അമ്മ കേട്ടില്ലേ ആ ജോത്സ്യൻ എന്താ പറഞ്ഞെന്ന്? വിഷകന്യക യോഗം, വൈദവ്യ യോഗം, 3 ഭർത്താവ്, മുടിഞ്ഞ ജാതകം എന്റെ. അയ്യോ എന്റെ കുഞ്ഞെ, എന്താ ഇത്? എന്ത് ഭ്രാന്താ നീ കാണിക്കുന്നേ? നല്ല റോഡിലാണെന്ന ബോധം പോലും ഇല്ലാതെ. എന്റെ ബോധമൊക്കെ പോയമ്മേ. എന്റെ തലയ്ക്കകത്ത് ഇരുട്ട് മാത്രമാ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്കൊന്നും കേൾക്കാനും പറ്റുന്നില്ല. കണ്ണടച്ചാലും തുറന്നാലും മുമ്പില് വെള്ള പൊതിച്ച് കിടക്കുന്ന ബാലേട്ടന്റെ ചിത്രമാ. ദൂരെ എവിടെയൊക്കെയോ ശവക്കുഴി വെട്ടുന്ന ഒച്ചയാ കാതില്. മോളെ, 4-5 ജോത്സ്യന്മാര് മാത്രമല്ലല്ലോ, നമുക്ക് വേറെ ആരെയെങ്കിലും കാണാം. വേണ്ട വേണ്ട വേണ്ടമ്മേ, ഇനി ആരെയും കാണണ്ട. സീതയുടെ വിധിയും ജീവിതവും ഒക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. മോളെ, ഒരു കാര്യം ഉറപ്പിച്ചോ അമ്മേ, ബാലേട്ടൻ പോകുന്നതിന് മുമ്പ് ഞാനങ്ങ് പോകും. ഇങ്ങനെയൊന്നും പറയാതെ വാ, നമുക്ക് വീട്ടിൽ പോവാം. എന്നിട്ട് ആലോചിക്കാം. എന്താലോചിക്കാവുന്ന? ആലോചിച്ച എന്തെത്തും പിടിയും കിട്ടുമെന്ന് അമ്മ ഈ പറയുന്നേ. എന്തായാലും വീട്ടിൽ ചെല്ലട്ടെ. എന്റെ പൊന്നുമോള് തൽക്കാലം കണ്ണീര് തുടങ്ങി. വാ, നമുക്ക് പോവാം. നിന്റെ ഈ കണ്ണീര് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലടി. വാ, വരാൻ വാ മോളെ, വാ. പോവാം. എങ്ങോട്ടാ? പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ. കേറ് മോളെ, വാ. അമ്മ കേറിക്കും. കരയാതെ മോളെ. മോളെ, എന്താ മോളെ? വണ്ടി നിർത്ത്. എന്താ മോളെ, കാര്യം പറ. എന്തു പറ്റി? വണ്ടി ഒന്ന് നിർത്താൻ. മോളെ, എന്താ മോളെ? നിക്കും മോളെ. സീതേ, മോളെ.
ചേച്ചി കാശ് തന്നിട്ട് പോ. പിടിക്കേ മോളെ സീതേ. മോളെ വാ, എണീക്ക്. വാ മോളെ, മോളെ വാ മോളെ. എന്താടി പൊന്നു മോളെ ഇത്? ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ അമ്മേ. ഞാനൊന്ന് ദൈവത്തിനോട് ചോദിക്കട്ടെ, എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്ന്. ദൈവങ്ങൾക്കറിയാം മോളെ നിന്റെ മനസ്സ്. ദൈവങ്ങൾക്ക് കാണേണ്ടത് സീതയുടെ കണ്ണുനീരാണെങ്കിൽ കണ്ട് സന്തോഷിക്കട്ടെ. എന്റെ ഹൃദയത്തിന്റെ നീറ്റലിന് മീതെ വിരൽ പോരെ രസിക്കട്ടെ. മനുഷ്യന്റെ ഹൃദയത്തിന്റെ നീറ്റല് മാറ്റുന്നവരാടി ദൈവം, അല്ലാതെ നോവിച്ച് രസിക്കില്ല. എങ്കിൽ എന്റെ മനസ്സിന്റെ നീറ്റല് മാറ്റട്ടെ. അതിനാ ഞാൻ ഈ വാതിലിന് മുമ്പേ ഒന്ന് കുമ്പിട്ട് നിൽക്കുന്നത്, കരൾ ഒഴുകി അപേക്ഷിക്കുന്നത്. എന്റെ പൊന്നു മോളുടെ അപേക്ഷ ദൈവം കേൾക്കുമെടി, കേൾക്കും, അതുറപ്പാ. ഒന്നുകിൽ എന്റെ ബാലേട്ടനെ എനിക്ക് തരണം, അല്ലെങ്കിൽ ബാലേട്ടനൊപ്പം എന്നെ കുഞ്ഞിനെയും കൂടി വിളിക്കണം. ദൈവമേ, ആ ഒരു ആഗ്രഹമെങ്കിലും ദൈവം സാധിച്ചു തരട്ടെ. സീതേ, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ അമ്മേ, പ്ലീസ്. എനിക്ക് ദൈവങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് മോളെ. അമ്മേ പ്ലീസ്. ദൈവമേ, ഉത്തരം പറയില്ലെന്ന് എനിക്കറിയാം. എന്റെ ചോദ്യങ്ങൾ കേട്ട് ഉള്ളിൽ ചിരിക്കുകയാണെന്നും എനിക്കറിയാം. എന്നാലും ചോദിച്ചു പോവാ ഞാൻ. ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ജനിച്ചു വീണപ്പോ ഒരു പാപവും ചെയ്യാത്ത, തെറ്റെന്താണെന്ന് പോലും അറിയാത്ത ഒരു കുഞ്ഞല്ലായിരുന്നു ഞാൻ. എന്നിട്ടും എന്റെ തലയ്ക്ക് മീതെ എന്തിനാ പിഴച്ചുപോയ ഒരു ജാതകത്തിന്റെ ശാപ വഴികൾ എഴുതിയിട്ടത്? എന്തിനാ എന്റെ അമ്മയെ വിധവയാക്കിയത്? എന്തിനാ 5ാമത്തെ വയസ്സ് മുതൽ എന്നെ അച്ഛനില്ലാത്തവളാക്കിയത്? എന്തിനാ എന്റെ പഠിപ്പ് പാതി വഴിയിൽ നിർത്തിയത്? എന്തിനാ കല്യാണ ദിവസം തന്നെ എന്നെ വിധവയാക്കിയത്? എന്തിനാ ദൈവമേ ഇപ്പോഴും ഭയത്തിന്റെ ദുർവിധിയുടെ നഖത്തിൽ എന്നെ കോർത്തിട്ടിരിക്കുന്നത്? പറയ. ഓർമ്മ വെച്ച നാള് മുതൽ പൂക്കളെടുത്ത് മാല കെട്ടി വെച്ചിട്ടേ ഉള്ളൂ ഞാൻ ഏതൊരു അമ്പല നടയിലും. പക്ഷെ നിങ്ങൾക്ക് അർച്ചനയ്ക്ക് വേണ്ടിയിരുന്നത് പൂക്കൾക്ക് പകരം എന്റെ കണ്ണുനീരായിരുന്നു അല്ലേ? നിങ്ങൾക്ക് നേദിക്കേണ്ടിയിരുന്നത് എന്റെ ചങ്കിലെ ചോരയായിരുന്നു അല്ലേ? ഉമിത്തിയിലിട്ട് എന്നെ ഇങ്ങനെ നീറ്റരുത്. അങ്ങനെ ചെയ്താ എനിക്ക് ശപിക്കേണ്ടി വരും നിങ്ങളെ. എന്റെ കണ്ണുനീര് വീണ് ദൈവങ്ങളുടെ കാല് പൊള്ളും. എന്റെ ശാപം നിങ്ങളുടെ തല വിളർക്കും. സീതേ, മതി, വരാനാ പറഞ്ഞത്. എന്റെ പൊന്നുമോള് വാടി. വാ മോളെ. വാ മോളെ. നിന്നോടാരാ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞേ? നിന്റെ ദാഹം തീരട്ടെ. ജലജ, ഡോക്ടർ പറഞ്ഞതല്ല നീ കേട്ടല്ലോ. നിന്റെ മനസ്സിലുള്ളത് ഭയമാണ്. ആ ഭയത്തിൽ നിന്നുണ്ടാവുന്ന വിഭ്രാന്തിയാണ് നീ കാണിക്കുന്നത്. ദൈവത്തെ ഓർത്ത് നീ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒരു ഇഞ്ചക്ഷൻ കിട്ടിയപ്പോ എനിക്കെന്തോ ഒരു ധൈര്യം കിട്ടിയതുപോലെ. എടീ, ഈ ധൈര്യവും ഭയവും നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവുന്നതാണ്. ആദ്യം
നീ മനസ്സിലെ ദുഷിച്ച ചിന്തകൾ മാറ്റിവെച്ചാൽ മതി. എന്നിട്ട് എല്ലാ ദിവസവും സന്ധ്യക്ക് വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കും. നമുക്കെപ്പോഴും ധൈര്യം തരുന്നത് ഏതോ വലിയ ശക്തിയാണ്. ഈശ്വരനാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയെന്ന നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഈശ്വരനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. അപ്പോ ഈശ്വരനെ വിശ്വസിച്ച് ഈശ്വരനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള ഏത് പ്രതിസന്ധികളെയും ഏത് പ്രതിബന്ധങ്ങളെയും ഏത് ശത്രുവിനെയും നേരിടാൻ നമുക്ക് കഴിയും. എങ്കിൽ ഇന്നു മുതൽ നിലവിളക്ക് കത്തിച്ചു വെച്ച് വയലോരം വീട്ടുകാരും മുടിഞ്ഞു പോകാനായിട്ട് പ്രാർത്ഥിക്കാം. ഇതാണ് കുഴപ്പം. എടി, നീ പ്രാർത്ഥിക്കേണ്ടത് നിനക്കും നിന്റെ മോൾക്കും നന്മ വരാൻ വേണ്ടിയാ. അതെന്താ, നിങ്ങൾക്ക് നന്മ വേണ്ടേ? എനിക്ക് തന്നിടത്തോളം നന്മ മതി. നീ പ്രാർത്ഥിച്ച് നന്മയുണ്ടാക്കി തരണ്ട. നീ ആദ്യം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാ ഞാനീ പറയുന്നത്. ഞാൻ ശ്രമിക്കാം. പ്രാർത്ഥിക്കുമ്പോ എന്റെ മനസ്സിലെ ഭയം മാറ്റിത്തരുന്നെങ്കിൽ ദൈവം മാറ്റിത്തരട്ടെ. ആദ്യം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ കൈവിടിയില്ല എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ആ വിശ്വാസം തന്നെ നമുക്കൊരു ധൈര്യമാ. അങ്ങനെ കുറെ നാൾ പ്രാർത്ഥിക്കുമ്പോ അറിയാതെ നമുക്ക് മാറ്റം ഉണ്ടാവും. ഇത്രയും കാലം ഞാൻ പറഞ്ഞൊന്നും നീ അനുസരിച്ചില്ലല്ലോ. ദേ, ഇതെങ്കിലും നീ ഒന്ന് കേൾക്ക്. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും ഡോക്ടർ ഗുളികകൾ തന്നിട്ടുണ്ടല്ലോ, അത് കഴിക്കുമ്പോ തന്നെ ഒരു ധൈര്യം വരും. അങ്ങനെ വന്നില്ലെങ്കിൽ നമുക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. അതൊക്കെ വലിയ മെനക്കേടാണെന്നേ. സന്ധ്യക്ക് TV കാണുന്ന നേരത്ത് മനുഷ്യൻ വിളക്ക് തുടച്ച് എണ്ണയും തിരിയിട്ട് കത്തിക്കാന്ന് വെച്ചാല്, അല്ല, നമ്മൾ ഈ ദൈവത്തിന്റെ പടത്തിന് മുന്നില് ഒരു ബൾബ് ഇട്ടിട്ട് സ്വിച്ച് ഓൺ ആക്കിയ പോരെ? എന്തായാലും ദൈവത്തിന് വെട്ടം കണ്ടാ പോരെ? നീ ദൈവത്തിന് വെളിച്ചം കാണിക്കൊന്നും വേണ്ട. നിനക്ക് നിലക്ക് വെളിച്ചം വരാനാ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ദേ, കണ്ണീരൊഴിച്ച് വിളക്ക് കത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിനക്ക് നിന്റെ അസുഖം മാറണമെങ്കിൽ ഉള്ളറിഞ്ഞ് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇനി നിന്നോട് സംസാരിക്കാൻ ഞാനില്ല. സാർ പോവാം. പോവാം സാർ. ഇങ്ങത്താ, വാ, വന്ന് കേറ്. ഓട്ടോ. അയ്യോ, ഇത് നമ്മുടെ വയലോരം വീട്ടുകാരുടെ ബന്ധുക്കളല്ലേ നിൽക്കുന്നത്? അവരവരുടെ പാട്ടിന് പോട്ടെ. ആ വയറുകണ്ണിയെ ഞാനൊന്ന് കാണട്ടെ. എനിക്ക് അവളോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. ഇവളെയൊക്കെ കാണുമ്പോഴാ എനിക്ക് വീണ്ടും വട്ടളകുന്നത്. എന്താ നിന്റെ ഉദ്ദേശം? ജലജയോ? ഏത് ജലജ? ഞാൻ മതികലയല്ലേ? നിങ്ങൾ എന്തിനാ എന്നെ വെറുതെ പിടിച്ചിരിക്കുന്നത്? വിളിച്ചെടുത്താലേ നിന്റെ കാരണടിച്ച് പൊട്ടിക്കും ഞാൻ. നീ ഇപ്പോഴല്ലേ ആശുപത്രി നൽകിയത്? നിനക്കൊരു കുഴപ്പമില്ലെന്നോ ഡോക്ടർ ഇപ്പോഴല്ലേ പറഞ്ഞത്? എന്നിട്ട് ആള് കളിക്കുന്നോ? വാ, വന്ന് വണ്ടി കയറി. എനിക്ക് സൗകര്യമില്ല. ആ വയറും വീർപ്പിച്ച് നിൽക്കുന്നവളോട് രണ്ടു പറഞ്ഞിട്ടേ ഉള്ളൂ. അവളും കൂടി ചേർന്ന എന്നെ ഭ്രാന്തിയാക്കിയത്, എന്റെ കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെയൊക്കെ കണ്ട എന്റെ ഭ്രാന്തി ഇളകിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാണിച്ചു കൊടുക്കാൻ ഞാൻ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ എന്റെ കൈ വിടുന്നതാ നല്ലത്. അല്ലാതെ നിങ്ങൾ ബലം പിടിച്ചിവിടെ നിന്ന് കഴിഞ്ഞാല് ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു മൽപ്പിടുത്തം വെറുതെ നാട്ടുകാർ കാണും. അതിന്റെ നാണക്കേട് ആർക്കാ? മാണിക്യമംഗലത്തെ മഹാനായ മഹാദേവൻ മുതലാളിക്ക്. അല്ലാതെ എനിക്കൊരു ചുക്കുമില്ല. എനിക്ക് ഭ്രാന്താണെന്ന് ഇപ്പൊ നാട്ടുകാർക്ക് എല്ലാം അറിയാം. എടേ, ഈ ഭ്രാന്തെന്ന് പറയുന്നതേ വലിയ അലങ്കാരമൊന്നുമല്ല. നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞ് ഇവിടെ എന്ത് കാണിച്ചു കൂട്ടാനേ നിനക്ക് ആരും ലൈസൻസ് തന്നിട്ടുമില്ല. ദേ, മര്യാദക്കൊന്ന് വണ്ടി കയറുന്നോ അതോ ഇവിടെ വെച്ച് എന്റെ കൈ നടി മേടിക്കണോ? നിങ്ങൾ എന്നെ തല്ലിയപ്പോഴൊക്കെ ഞാൻ കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഇവിടെ വെച്ച് എന്നെ തല്ലിയാലുണ്ടല്ലോ, ഞാൻ നിങ്ങളെ തിരിച്ചു തല്ലും. ഭ്രാന്തുള്ള ഭാര്യയ്ക്ക് ഭ്രാന്തില്ലാത്ത ഭർത്താവിനിട്ട് രണ്ടെണ്ണം കൊടുക്കാം. ആരും ഒരു പഴിയും പറയില്ല. നിന്നോട് വന്ന് വണ്ടി കയറാനാ പറഞ്ഞത്. പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? എടി സീതാദേവി. ഓ, അമ്മയും മോളും കൂടി എങ്ങോട്ട് പോയതാ? വലിയ യാത്ര കഴിഞ്ഞ് വരുന്നത് പോലെ ഉണ്ടല്ലോ. ആർക്ക് വായിക്കലിടാൻ പോയതാ? കലമോളുടെ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങളൊരു ജോത്സ്യനെ കാണാൻ പോയതാ. ആഹാ, ജോത്സ്യനെ കാണാൻ പോയതോ? എന്തിനാ? ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ തലക്കുറി എഴുതിക്കാനോ? അതോ ഇവളുടെ ഭർത്താവിന്റെ 16 അടിയന്തരത്തിന്റെ തീയതി കുറിപ്പിക്കാനോ? കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ. നീ എന്നെ വലിയ മാന്യതയൊന്നും പഠിപ്പിക്കണടി. നീ ആരാണെന്നും എന്താണെന്നും എങ്ങനത്തെവളാണെന്നും
നിനക്ക് എന്തു മാന്യത തരണമെന്നും എനിക്കറിയാം. പിന്നെ നീയൊക്കെ കൂടി എന്റെ കൊച്ചിനെ അവിടെ ഇട്ട് ശ്വാസം മുട്ടിക്കുന്നതും എനിക്ക് നന്നായിട്ട് അറിയാം. അതിനൊക്കെ പകരം ഞാൻ വീട്ടുന്നുണ്ട്. പകരം വീട്ടാനായി ഒരിക്കൽ വന്നിട്ട് പാട്ടും പാടി പോയതങ്ങ് മറന്നോ? ആ അതവള് മറന്നു. അതല്ലേ ഇപ്പൊ വീണ്ടും ചാടിത്തുള്ളി നിൽക്കുന്നത്. നിങ്ങൾ ഇവരുടെ പക്ഷം പിടിച്ച് എനിക്കെതിരെ സംസാരിക്കുന്നോ? മോറങ്ങോട്ട്. എടി, എനിക്ക് ഭ്രാന്തുള്ളവർ എന്ത് ചെയ്താലും ഇവിടെ ചോദിക്കാനും പറയാൻ ആരും വരില്ല. ഇവിടെ ഇട്ട് നിന്നെ അടിച്ച് ശരിയാക്കുന്നത് നിനക്ക് കാണണോ? നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ ചവിട്ടി കൊല്ലുന്നത് കാണണോടി? എന്റെ ദേഹത്ത് തൊട്ടതിന് ഞാൻ ക്ഷമിച്ചു. കാരണം നിങ്ങൾക്ക് എന്റെ അമ്മയുടെ പ്രായമുള്ളത് കൊണ്ട്. പക്ഷെ എന്റെ കുഞ്ഞിനെ പറ്റി വല്ലതും പറഞ്ഞോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. നിന്റെ കുഞ്ഞിനെ പറ്റി മാത്രമല്ല, നിന്റെ കെട്ടിയവനെ പറ്റി പറയും. നീ എന്താ കരുതിയത് ഈ പ്രസവത്തോടെ നിനക്ക് തങ്കക്കുടം പോലെ ഒരു കുഞ്ഞിനെ കിട്ടുമെന്നോ? ഇല്ലടി, നീ പ്രസവിക്കുന്നത് ഒരു ചാപിള്ളയായിരിക്കും. ചാപിള്ള. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയല്ലേ. ഞങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ? എന്റെ മോളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ? എന്റെ കുഞ്ഞിനെ വയലോരം വീട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാത്ത ശവോ ഇവള്. നോക്കിക്കോ, ഈ പ്രസവത്തോടെ നീ ചാവും. നിന്റെ കൊച്ചും ചാവും. അഥവാ ഇനി നിന്റെ കൊച്ചു ജനിച്ചാല് അത് തന്തക്കാലം കൊണ്ട് വരുവടി. നോക്കിക്കോ. മനസ്സിലായില്ലേ? നിന്റെ കൊച്ചിന്റെ കാല് മണ്ണിൽ ഉറക്കുന്നതിന് മുൻപ് നിന്റെ കൊച്ചിന്റെ തന്ത മണ്ണിനടിയിലാകുമെന്ന്. എനിക്ക് ഭ്രാന്ത. നീ പറഞ്ഞില്ലേ ഞാൻ അവിടെ വന്നിട്ട് തിരിച്ച് പാട്ടും പാടി വന്നെന്ന്? ജലജ ഇനിയും വരുവടി. അന്ന് ശാരദാമ്മയുടെ നെഞ്ചിൽ വെക്കാൻ റീത്തുമായി ഞാൻ വന്നില്ലേ? അതുപോലെ ഞാൻ വരും. ഒന്നുകിൽ നിന്റെ കുഞ്ഞിന് വെക്കാൻ ഒരു കുഞ്ഞു റോസാപ്പൂവായിട്ട്, അല്ലെങ്കിൽ നിന്റെ കെട്ടിയവന് വെക്കാൻ ഒരു വലിയ റീത്തുമായിട്ട്. അതുമല്ലെങ്കിൽ നിനക്ക് നിന്റെ അമ്മായിക്ക് വെച്ചതിനേക്കാൾ നല്ലൊരു റീത്തുമായിട്ട്. മാണിക്യമംഗലത്തെ ജലജകുമാരി ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് വരച്ചിട്ടതുപോലെയാ. അത് ഫലിച്ചിരിക്കും. മതിയടി, നിന്റെ വൃത്തികെട്ട നാമം കൊണ്ട് പറയാവുന്നതൊക്കെ പറഞ്ഞില്ലേ? വാ, വന്ന് വണ്ടി കയറ്. വണ്ടി കയറ്. ഒരു സെക്കൻഡ്, രണ്ടിന്റെ മുഖം ഞാൻ ഒന്നുകൂടി കണ്ടോട്ടെ. കാരണം ഇവളുടെ കണ്ണിൽ നിന്ന് എത്ര കണ്ണീര് വരുന്നോ അത്രയും സന്തോഷമാ എനിക്ക്. വീട്ടിലെ ചെറിയ ചെറിയ വഴക്കുകൾക്ക് ഇത്രയും വൈരാഗ്യം മനസ്സിൽ വെക്കണോ? എന്റെ പൊന്നു പെങ്ങളെ ക്ഷമിക്കണം. അതൊക്കെ സാധാരണ സ്ത്രീകൾക്ക് മനുഷ്യത്തുള്ളവർക്കും പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ ഭാര്യയ്ക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഇല്ലാതായിപ്പോയി. ദയ, സ്നേഹം, കരുണ അതൊന്നും അവൾക്ക് എഴുതാൻ പോലും അറിയത്തില്ല. അതുകൊണ്ട് അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ക്ഷമിക്കണം. ഓ, നിങ്ങൾ പിന്നെ മാപ്പ് ചോദിക്കാൻ മഹാമനസ്സുമായിട്ട് നടക്കുന്ന ആളാണല്ലോ. ഏത് അലവലാദികളോട് നിങ്ങൾ കയറി മാപ്പ് ചോദിക്കും? ഞാൻ പറഞ്ഞതൊക്കെ നല്ല മനസ്സോട് തന്നെ പറഞ്ഞതാ, അല്ലാതെ ഭ്രാന്ത് പിടിച്ച ജലജയുടെ നാക്കിൽ നിന്ന് വന്നതല്ല, പുലമ്പിയതും അല്ല വെറുതെ. നീ എഴുതി വെച്ചോടി, നടു റോഡിൽ നിന്ന് ഞാൻ പ്രാകുക. ഈ പ്രസവത്തോടെ നീ ഒടുങ്ങും. നീയും പൊട്ടിമണിയും ഒരു തമിഴത്തിയും ചേർന്ന ഒരു സെറ്റ് എന്റെ കുഞ്ഞിനെതിരെ. നിന്റെയൊക്കെ ഒരു യൂണിയൻ. എത്ര ബോധം പോയാലും നീയൊക്കെ എന്റെ മോളോട് കാണിച്ചത് ഞാൻ മറക്കില്ല. ഒരിക്കലും എന്റെ മനസ്സിൽ നിന്ന് പോകത്തുമില്ല. മതി, നിർത്ത്. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ല. നിനക്ക് ഭ്രാന്ത് പിടിക്കണമടി. അതിന്റെ സുഖം നീ അറിയണം. നീ നന്നായിട്ട് ദൈവത്തെ വിളിച്ചോ. ഏതെങ്കിലും ദൈവം കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ. വന്ന് വണ്ടി കയറ്. വാ, നടക്ക്. കേറടി, അങ്ങോട്ട് കേറ്. വണ്ടി വിട്. നീ വാ മോളെ, എന്തേലും കഴിച്ചിട്ട് വേഗം പോ. ബാലനോട് പറയാതെ വന്നല്ലേ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. എന്താ, പോകുന്നില്ലെന്നോ? എന്നാ ബാലനെ വിളിച്ചു പറ. ബാലൻ വൈകിട്ട് ഇങ്ങോട്ട് വരട്ടെ.
ഇല്ല, ബാലേട്ടനെ വിളിക്കുന്നുമില്ല. നീ എന്താ ഈ പറയുന്നേ? നീ താമസിക്കുമ്പോ എവിടെ പോയെന്നറിയാതെ അവൻ വിഷമിക്കില്ലേ? വിഷമിക്കട്ടെ. അങ്ങനെ ഒരു വിഷമം കൊണ്ട് ബാലേട്ടൻ എന്നെ വെറുക്കട്ടെ. അങ്ങനെ അകന്നു പോട്ടെ. ആവശ്യമില്ലാത്ത ഒന്നും പറയല്ലേ സീതേ. ആവശ്യമില്ലാത്തതല്ല അമ്മേ. ഞാൻ വരുന്ന വഴി അമ്മയോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? എനിക്ക് വലുത് ബാലേട്ടന്റെ ജീവനാണെന്ന്. ജോത്സ്യർ ചോദിച്ച ഒരു ചോദ്യം അമ്മ കേട്ടില്ലേ? എന്റെ കുഞ്ഞിന്റെ അച്ഛൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നതല്ലേ അദ്ദേഹം മരിച്ചു പോകുന്നതിനേക്കാളും നല്ലതെന്ന്. അപ്പോ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിന്റെ സൂചനകൾ ഞാൻ അമ്മയ്ക്ക് തന്നായിരുന്നല്ലോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. സീതേ, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. അത് വഴിയെ പിടികിട്ടും. തൽക്കാലം ഞാനൊന്ന് കിടക്കട്ടെ. നീ ഇത്തിരി നേരം കിടക്ക്. അപ്പോ ക്ഷീണം മാറും. ഉച്ച കഴിഞ്ഞ് നിന്നെ ഞാൻ കൊണ്ടേയാക്കാം. നീ ഇവിടെയാ വന്നിരുന്നതെന്ന് ബാലനോട് ഞാൻ പറയാം. ഇതൊന്നും ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടില്ലല്ലോ. എന്ത് വേണമെന്ന് ഞാൻ ആലോചിക്കാം. അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഞാൻ വെള്ളം കുടിക്കുന്ന അമ്മ ഇതുവരെ കണ്ടിട്ടില്ലേ? അതല്ല, നിന്റെ ഉള്ളിലിരിപ്പ് എനിക്ക് ഇതുവരെ പിടികിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് പിടികിട്ടിക്കോളും. വല്യണ്ണ. ആ, നിങ്ങൾ വന്നോ? എന്തായി പോയ കാര്യം? നമ്മൾ കരുതിയതുപോലെ തന്നെ ജോത്സ്യം പറഞ്ഞില്ലേ? കരുതിയതുപോലെ ജോത്സ്യം പറഞ്ഞു. ആ, മറ്റേ ജോത്സ്യം പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. അതിനേക്കാൾ കടുപ്പത്തിലാ പറഞ്ഞത്. എന്നുവെച്ചാൽ എന്റെ കൊച്ചിനൊരു ദൃഢദാമ്പത്യം ഇല്ലെന്ന്. ബാലൻ മരിച്ചു പോകുമെന്ന് തന്നെ പറഞ്ഞു. അവരൊരുമിച്ച് ജീവിച്ച മരണം നിശ്ചയമാണെന്ന്. എന്നിട്ട് സീത എന്തു പറഞ്ഞു? അവൾ എന്തു പറയാൻ? ദേ വന്ന് അവിടെ ഇരിപ്പുണ്ട്. അവള് തിരിച്ചു പോണില്ലാന്ന്. അതവള് നിന്നോട് ചുമ്മാ പറഞ്ഞതാടി. ഇങ്ങനെ കരഞ്ഞു കലങ്ങി കരുവാളിച്ച മുഖമായിട്ട് ചെന്നാൽ ബാലൻ തിരക്കത്തില്ലയോ? അതാ അവളിത്തിരി കിടക്കട്ടെ. വയ്യാത്ത കൊച്ചല്ലേ, സന്ധ്യയ്ക്ക് വിടാം. അല്ലെ ഞാൻ കൂടെ പോകാന്നേ. ഞാൻ ചെല്ലാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞു. ആ, അതിപ്പോഴത്തെ സങ്കടത്തിന്റെ പുറത്ത് പറയുന്നതാ. ഞാനേ കൃഷിഭവനിൽ ചെന്നപ്പോ ആഫീസർ അവിടെ ഇല്ലായിരുന്നു. ഉച്ചയ്ക്ക് വരുമെന്നാ പറഞ്ഞത്. ഞാൻ അങ്ങോട്ടൊന്ന് പോവുക. ഭക്ഷണം കഴിക്കുന്നില്ലേ? ഞാൻ വന്നിട്ട് കഴിക്കാം. നമ്മൾ പിടിച്ച പിടിയാലെ കൊണ്ടുവന്നില്ലെങ്കിലേ ഉദ്യോഗസ്ഥന്മാർ അവരെ വഴിക്കങ്ങ് പോകും. ഇത്തിരി കാത്തു നിന്നാലും വേണ്ടില്ല. വല്യണ്ണ, നകുലിനെ അവിടെ എങ്ങാനും കാണുന്നെങ്കിൽ ഒന്നിങ്ങോട്ട് വരാൻ പറയണേ. ഓ, അവൻ പറഞ്ഞ ചിലപ്പോ അവള് കേക്കും. നീ ഇങ്ങനെയൊന്നും വിഷമിക്കാതെ. എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ? നീയും കൂടെ ഇങ്ങനെ തളർന്നു നിൽക്കുമ്പോഴാ അവൾ കൂടുതൽ സങ്കടത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നീ പോയി അവൾക്ക് ധൈര്യം കൊടുക്കും. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ആ, ഞാൻ വേഗം വരാം. നീ കൊച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലും. മോളെ, ഇത്തരം തീരുമാനമൊന്നും വേണ്ട. ഇത് എടുത്തിയാട്ടോവാ. ഒരെടുത്തുചാട്ടവും ഇല്ല. ഇവിടുന്ന് എന്തെല്ലാം പ്രതീക്ഷയോടുകൂടി അങ്ങോട്ട് പോയത്. രാവിലെ നകുലേട്ടൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിക്കുകയും ആശിക്കുകയും ചെയ്തു. ഇതിപ്പോ പണ്ട് പത്മനാഭ പണിക്കർ പറഞ്ഞതും നിങ്ങൾ കണ്ട ജ്യോത്സ്യന്മാർ പറഞ്ഞതും ഇപ്പോ ഈ പുതിയ പണിക്കർ പറഞ്ഞതും എല്ലാം ഒന്ന് തന്നെ. ഇല്ല, ഇല്ലമ്മേ. അങ്ങനെ ബാലേട്ടന്റെ ജീവിതം വെച്ച് ഒരു ഞാനിന്മേൽ കളിക്ക് ഞാനില്ല. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. എടി, ഈ തീരുമാനം അപകടമാ. ഇത് ജീവിതത്തെ നശിപ്പിക്കത്തേ ഉള്ളൂ. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ ജ്യോത്സ്യന്മാരെ കണ്ടതും അമ്പലങ്ങൾ കയറിയിറങ്ങിയതും. എന്നിട്ട് ഇപ്പൊ എന്ത് ഫലം?
ദൈവം ഇപ്പോ എന്റെ മനസ്സിലിരുന്ന് പറയുന്നത് ഇതാ, ഈ തീരുമാനം മതിയെന്ന്. മോളെ, ദൈവം മനസ്സിലിരുന്ന് പറയുന്നു എന്ന് പറഞ്ഞ് നീ ഈ തീരുമാനമായിട്ട് മുമ്പോട്ട് പോവരുത്. നിന്റെ അമ്മ എന്ന നിലയിൽ എന്റെ അപേക്ഷയായത്. ഇല്ലമ്മേ, ഈ ഒരു തീരുമാനത്തിന് മാറ്റമില്ല. അമ്മ എന്നെ വെറുതെ നിർബന്ധിക്കരുത്. ഓരോ സമയത്തും ഞാൻ എടുത്തിട്ടുള്ള ഓരോ തീരുമാനങ്ങളും എന്റെ ജീവിതത്തെ മാറ്റിയിട്ടുണ്ട്. ചിലതൊക്കെ നല്ലതായി, ചിലത് ദോഷമായി. ഇവിടെ എന്റെ ജീവിതം നശിച്ചു പൊക്കോട്ടെ. ഈ ലോകത്ത് എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് എന്റെ ബാലേട്ടന്റെ ജീവിതമാണ്. ആർക്കൊപ്പം ബാലേട്ടൻ ജീവിക്കുന്നു എന്നത് എനിക്കൊരു പ്രശ്നമല്ല. ലോകത്ത് എവിടെയെങ്കിലും ബാലേട്ടൻ സുഖമായിട്ട് ജീവിക്കുന്നു എന്നറിഞ്ഞാ മതി. സ്വയം കുരുതി കൊടുത്തു വേണോ ബാലന്റെ ജീവൻ സംരക്ഷിക്കാൻ? എന്റെ ഭർത്താവിന് വേണ്ടി എന്തും ത്യജിക്കാനും സഹിക്കാനും ഞാൻ തയ്യാറാ. എന്റെ സ്ഥാനത്ത് അമ്മയായിരുന്നെങ്കിൽ ഇത് ചെയ്യില്ലായിരുന്നോ? അച്ഛൻ മരിക്കൂ എന്നൊരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ജീവൻ കൊടുത്ത് രക്ഷിക്കാൻ നോക്കത്തില്ലായിരുന്നോ അമ്മ? നിന്നോടൊന്നും പറഞ്ഞു നിൽക്കാൻ എനിക്കാവില്ല സീതെ. എന്നാലും നിന്റെ ഈ തീരുമാനം ഇത്തിരി കടുത്തുപോയി. എനിക്ക് ഓർത്തിട്ട് തന്നെ പേടിയാവുന്നു. അമ്മ ഒന്നും പേടിക്കണ്ട. അമ്മയുടെ മോളുടെ ജീവിതം എപ്പോഴും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിരിക്കുമെന്ന് ഓർത്താ മതി അമ്മ. അതോർത്ത് അമ്മ സങ്കടപ്പെടാതിരുന്നാ മതി. എന്റെ ജീവിതത്തിൽ ഇനി സമാധാനവും സന്തോഷവും ഒന്നും ഉണ്ടാവത്തില്ലമ്മേ. കാരണം സീതയുടെ ജീവിതം അങ്ങനെയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ഭാര്യ സീതാദേവി പോലും ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തെല്ലാവാ. കൊട്ടാരത്തിൽ പട്ടമഹിഷിയായി വാഴേണ്ട ആൾ വനത്തിൽ പോയി അലഞ്ഞില്ലേ? അതിൻ്റെ ഇടയ്ക്ക് രാവണൻ തട്ടിക്കൊണ്ടുപോയില്ലേ? പിന്നെ അതിന്റെ പേരിലൊരു യുദ്ധം. യുദ്ധം ജയിച്ച് തിരികെ വന്നപ്പോ സംശയം. ഒടുവിൽ ഗർഭിണിയായ സീതയെ ഭർത്താവ് വനത്തിൽ ഉപേക്ഷിച്ചു. അങ്ങനെ നോക്കുമ്പോ ഈ പാവം സീതയുടെ ജീവിതത്തിൽ ദുർവിധികളുടെ എണ്ണം കുറവല്ലേ? അങ്ങനെ ഓർത്ത് ഞാൻ സമാധാനിക്കുക. എന്നാലും മോളെ, അമ്മ പ്ലീസ് എന്നോട് ഇനി ഒന്നും പറയരുത്. ഞാൻ ഇത്തിരി നേരം ഒന്ന് തനിയിരിക്കട്ടെ. അമ്മായിയേ, നകുലം വന്നെന്ന് തോന്നുന്നു. നകുലേട്ടനോട് അമ്മ ഒന്നും പറയില്ല. അങ്ങനെ എന്നെ പിടിച്ചു നിർത്താവുന്നൊന്നും നീ കരുതണ്ട. അവൻ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ അറിയണമല്ലോ. എന്തായി അമ്മായി? എന്റെ നകുല, ജ്യോത്സ്യരെ കണ്ടു. മറ്റുള്ളവര് പറഞ്ഞത് തന്നെ അയാളും പറഞ്ഞു. എന്നിട്ട് സീത? വല്യണ്ണൻ നിന്നോട് പറഞ്ഞില്ലേ സീതയുടെ തീരുമാനത്തെ പറ്റി? ഇത്തരം കടുത്ത തീരുമാനങ്ങൾ എടുത്താ നമ്മൾ എന്ത് ചെയ്യും മോനെ? അങ്ങനത്തെ ഒരു തീരുമാനത്തിനൊന്നും അവളെ വിടരുത്. അവൾക്കൊരു മനസമാധാനത്തിനാ ഇന്ന് പോയൊരു ജ്യോത്സ്യരെ കാണാൻ ഞാൻ പറഞ്ഞത്. അതിങ്ങനെ തലതിരിഞ്ഞു വരുമെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എത്ര പറഞ്ഞിട്ടും അവള് തീരുമാനത്തിൽ നിന്ന് മാറുന്നില്ല. അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. അത് പറ്റത്തില്ല അമ്മായി. അങ്ങനെ ജീവിതം വെച്ച് കളിക്കാൻ പറ്റത്തില്ല. കാരണം ഭർത്താവിനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ വേണം. ഭർത്താവിന്റെ ജീവനെക്കുറിച്ച് ആദ്യം വേണം എന്ന് കരുതി ഞാൻ അവളോട് സംസാരിക്കാം. സംസാരിച്ചു നോക്ക്. ചിലപ്പോ മാറ്റം വന്നാലോ? എന്താടി നിനക്ക് കുഴപ്പം? നീ എന്തിനാ അമ്മായി എങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഞാൻ ആരെയും വിഷമിപ്പിക്കുന്നൊന്നും ഇല്ല നകുലേട്ടാ. എന്റെ ഭർത്താവിന്റെ ജീവന് വേണ്ടി ഞാനൊരു തീരുമാനം എടുത്തു. അത് എനിക്ക് നടപ്പാക്കിയേ പറ്റുള്ളൂ. അതോർത്ത് ആരും വിഷമിക്കേണ്ട. എന്നെക്കുറിച്ചോ എന്റെ ജീവിതത്തെക്കുറിച്ചോ ചിന്തിക്കുകയും വേണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും?
നിന്നെപ്പറ്റി അല്ലാതെ മറ്റാരെ പറ്റിയാ ഞങ്ങൾ ചിന്തിക്കേണ്ടത്? നിന്റെ സങ്കടം ഞങ്ങളല്ലാതെ മറ്റാരാ കാണേണ്ടത്? എന്റെ സങ്കടം നകുലേട്ടൻ കാണുന്നെങ്കിൽ നകുലേട്ടൻ എന്നെ മനസ്സിലാക്കണം. എനിക്ക് ബാലേട്ടൻ ജീവിച്ചിരിക്കുക എന്നതാണ് ഏറ്റവും വലുത്. ബാലേട്ടന്റെ ജീവനേക്കാൾ വലുതായി എനിക്ക് ഈ ലോകത്ത് വേറൊന്നുമില്ല. അപ്പോ അതിനുവേണ്ടി ഞാൻ എന്ത് തീരുമാനം എടുത്താലും നകുലേട്ടൻ എന്റെ ഒപ്പം നിൽക്കുക വേണ്ടത്. സീതേ, നീ ഇന്ന് വരെ എന്ത് തീരുമാനമെടുത്താലും ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരല്പം കടന്ന കയ്യാ. ഇതിന്റെ ആവശ്യമില്ല. ഇത് പ്രശ്നങ്ങൾ കൂടുതൽ വലുതാകുകയുള്ളൂ. എന്ത് പ്രശ്നം വന്നാലും ഞാനത് നേരിടും നകുലേട്ടാ. ആയിക്കോട്ടെ, നീ അത്ര ധൈര്യമായി പറയുകയാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഏതൊരു കാര്യത്തിനും പറയാനൊരു ന്യായം വേണ്ടടി. ചോദിക്കുന്നവരോടൊക്കെ നീ എന്ത് മറുപടി പറയും? എനിക്കങ്ങനെ മറുപടി പറയേണ്ട ആവശ്യമില്ല. എന്റെ മനസ്സ് ദൈവത്തിനറിയാം, എന്റെ അമ്മയ്ക്കറിയാം, നകുലേട്ടനറിയാം, പിന്നെ അമ്മമ്മയ്ക്കും അറിയാം. ഈ ലോകത്ത് ആരെങ്കിലുമൊക്കെ എന്നെ വിശ്വസിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? അത് മതി. അങ്ങനെ പറഞ്ഞൊഴിഞ്ഞിട്ട് കാര്യമുണ്ടോ സീതേ? ഈ തീരുമാനം നിനക്ക് സന്തോഷവും സമാധാനവും തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നകുലേട്ടൻ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്, കൂടുതൽ നിർബന്ധിക്കുകയും ചെയ്യരുത്. എന്നോടൊപ്പം നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കണം. എനിക്ക് പ്രതിസന്ധി വരുമ്പോ പിടിച്ചു നിൽക്കാൻ വേറെ ആരും ഇല്ലെന്ന് നകുലേട്ടനെ നന്നായിട്ടറിയാലോ. എടി, ബാലേട്ടൻ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് നിന്നെ സഹായിക്കുന്നതിലും ഒപ്പം നിൽക്കുന്നതിലുമൊക്കെ എനിക്കൊരു പരിധിയുണ്ട്. നീ ഈ കാണിക്കുന്നതെല്ലാം ബാലേട്ടന്റെ ജീവന് വേണ്ടിയാണെന്ന് നമുക്കേ അറിയൂ. മറ്റാർക്കും അത് മനസ്സിലാവത്തില്ല, ഈ പറയുന്ന ബാലേട്ടന് പോലും. അത് സാരമില്ല. ഇതെല്ലാം അറിഞ്ഞ ബാലേട്ടന് എന്നോടുള്ള സ്നേഹം കൂടും, എന്നെ ഉടുമ്പടക്കം പിടിച്ചു നിർത്തും. അങ്ങനെ ബാലേട്ടന്റെ ജീവൻ ഇല്ലാതാകും. അത് പറ്റത്തില്ല. ബാലേട്ടൻ എന്നെ വെറുത്തോട്ടെ. നകുലേട്ടാ, പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക്, എന്റെ മനസ്സ് മനസ്സിലാക്ക്. സീതേ, ഞാൻ വേണ്ട, നകുലേട്ടൻ ഒന്നും പറയണ്ട. ദാ സുരേഷേ, അജി 4-5 ദിവസത്തേക്ക് കാണത്തില്ല. നീ തന്നെ പട്ടണത്തിൽ പോകേണ്ടി വരും. അതിനെന്താ ബാലേട്ടാ, ഞാൻ പോവാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ബാലേട്ടൻ ആലോചിച്ചോ? എന്താടാ? ഓ എന്റെ ബാലേട്ടാ, അത് മറന്നോ? ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറി തൊട്ട് തുടങ്ങുന്ന കാര്യം. അതോ? എടാ, ഇത് തന്നെ നടത്തിക്കൊണ്ട് പോകുന്ന പാടെനിക്കറിയാം. അതിന്റെ കൂടെ ഇനി പച്ചക്കറി തട്ടോടെ വേണോ? എന്റെ ബാലേട്ടാ, ഇങ്ങനെ മടി പിടിക്കല്ലേ. എന്തായാലും നമ്മളൊരു കച്ചവടം നടത്തുന്നു, അതിൻ്റെ കൂടെ വേറൊരു കച്ചവടം, അത്രയല്ലേ ഉള്ളൂ. സംഗതി നേരാ. പക്ഷേ പച്ചക്കറി ഏക്കോ സുരേഷേ? ഏക്കും. ഇപ്പൊ നല്ല പച്ചക്കറി നോക്കി ആളുകൾ നെട്ടോട്ടോടുക. അറിയാലോ, വിഷം അടിക്കാത്ത പച്ചക്കറി ഒരിടത്തുനിന്നും കിട്ടത്തില്ല. അപ്പൊ നമ്മളത് കൊടുത്താലേ നാട്ടുകാർക്കിടയിൽ നമ്മൾ കിങ്. എടാ പോടാ അവിടുന്ന്, പച്ചക്കറി രാജാവ്. ബാലേട്ടൻ എല്ലാം ചിരിയാ. ബാലേട്ടൻ ഈ പച്ചക്കറി തട്ടിന്റെ കാര്യം എനിക്ക് വിട്ടതാ. അജി പറഞ്ഞല്ലോ അവനോടൊരു മീൻ സ്റ്റോൾ നടത്താൻ ബാലേട്ടൻ പറഞ്ഞു. എടാ സുരേഷ്, പറയുന്നത് അജിയല്ലേ? 24 മണിക്കൂർ ഫോണിൽ കുത്തി കളിക്കുന്ന ചെറുക്കനാ. അവനതിന് മീൻ കച്ചവടം നടത്താൻ പോണേ. ചുമ്മാ പ്രാന്ത്. സത്യമാണ് ഏട്ടാ, അജി ഉണക്കമീൻ കച്ചവടം തുടങ്ങാൻ പോവാണെന്ന് എന്നോട് പറഞ്ഞു. ശരി, എങ്കിലാദ്യം അവന്റെ ഉണക്കമീൻ കച്ചവടം തുടങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് മതി നിന്റെ പച്ചക്കറി കച്ചവടം. മതി ബാലേട്ടാ, എന്റെ കൂടെ ഒന്ന് നിന്നാ മതി. അത് ഞാൻ ഏറ്റു. എന്താ സിജ? ബാലേട്ടാ. എന്താ സിജ, എന്ത് പറ്റി? ഒരു പേഴ്സണൽ കാര്യമോ പറയാനുണ്ടായിരുന്നത്. സുരേഷേ, അപ്പൊ പറഞ്ഞ പോലെ ചെല്ല്. ശരി ബാലേട്ടാ. എന്താ സിജ, കാര്യം പറ. അത് ബാലേട്ടാ, പിന്നെ പേടിക്കേണ്ട പ്രശ്നമൊന്നുമല്ല. എന്നാലും എന്താ സിജ? ചെറിയൊരു കാര്യം, അത് ബാലേട്ടനോട് ചോദിക്കാനായിട്ട്. സിജ, കാര്യം പറയേ, എന്നാലല്ലേ എനിക്കറിയാൻ പറ്റൂ. അത് പിന്നെ ബാലേട്ടാ, സീതയെടുത്ത് എവിടെയെങ്കിലും പോകുന്നു ബാലേട്ടനോട് പറഞ്ഞിരുന്നു. സീത എവിടെയെങ്കിലും പോകുന്നോ? എന്താ സിജ? സീതയെ ഞാൻ രാവിലെ ആശുപത്രി കൊണ്ടുപോയതാണല്ലോ. അത് കഴിഞ്ഞൊരു കൂട്ടുകാരുടെ വീട്ടിൽ പോണെന്നും പറഞ്ഞു. സീത വീട്ടിൽ വന്നില്ലേ? ഇല്ല. ഇല്ലേ? ഇല്ല ബാലേട്ടാ.
അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സീതേടത്തി വന്നില്ല എന്ന് കണ്ടപ്പം മനസ്സ് ജമ്പായിക്കൊരു പേടി. അതാ ബാലേട്ടനോട് പറയാൻ വേണ്ടി വന്നത്. സീത അവിടെ പോയിരിക്കുക. ഇനി സ്വന്തം വീട്ടിൽ പോയി കാണുമോ? എന്നാലും എന്നോട് പറയാതെ സീത പോവോ? അങ്ങനെ ഒരു പതിവില്ല. ബാലേട്ട, പണ്ടത്തെ ഒരു നടുക്കം ഇപ്പോഴും എൻ്റെ നെഞ്ചിലുണ്ട്. അതാ ഞാൻ ഓടി ബാലേട്ടൻ്റെ അടുത്തേക്ക് വന്നത്. ബാലേട്ടൻ അറിയാലോ, നമുക്ക് ചുറ്റും ശത്രുക്കളാ. എപ്പോ എന്ത് സംഭവിക്കുന്ന പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാ എനിക്ക് വല്ലാത്തൊരു പേടി തോന്നി ഞാൻ പിച്ചളയും കുട്ടി വണ്ടി സംഘടിപ്പിച്ചിറങ്ങിയത്. എവിടെയാന്ന് വെച്ചാ ഒന്ന് പോയി തിരക്ക് ബാലേട്ടാ. കാലം കെട്ട കാലല്ലേ, നെറിയില്ലാത്ത മനുഷ്യരും. എന്താ സംഭവിച്ചതെന്ന് ആർക്കറിയാം?